പറയാനില്ലേ? ഇത് ഞങ്ങളുടെ ഫ്രണ്ട്സ് എല്ലാവരും കൂടി ഒരുമിച്ചുണ്ടാക്കിയതാണ്. അപ്പോൾ ഇതൊരു കഴിഞ്ഞ ഒരു ഓഗസ്റ്റിലായിരുന്നു ഇതിന്റെ ഷൂട്ട് തുടങ്ങിയത്. ഷൂട്ട് കഴിഞ്ഞു 5 ദിവസം വെച്ചാണ് നമ്മൾ ഷൂട്ട് ചെയ്തത്. നമ്മുടെ ഇനിഷ്യൽ ഐഡിയ എന്നുള്ളത് അൺഎംപ്ലോയ്മെന്റ് എന്ന് പറഞ്ഞ ഐഡിയ നമുക്ക് ആദ്യം ഉണ്ടായിരുന്നു. സിനിമ തുടങ്ങുന്നതിന് മുമ്പേ അൺഎംപ്ലോയ്മെന്റ് അല്ലെങ്കിൽ നമ്മളൊക്കെ ബോർഡർ ചെയ്യുന്ന ഒരു ഇഷ്യൂവിനെ കുറിച്ച് എന്തെങ്കിലും പറയണമെന്നുണ്ടായിരുന്നു. പക്ഷെ ഞാൻ പലപ്പോഴും വിശ്വസിക്കുന്നതെന്ന് പറഞ്ഞാൽ ഞാൻ പല രീതികളിൽ കഥ അപ്രോച്ച് ചെയ്യുന്ന ആളായിരുന്നു. പറഞ്ഞാൽ ഒരു നേരത്തെ 19ാം നൂറ്റാണ്ടിലെ പോലെ നമുക്കൊരു കാര്യം പറയാനായിട്ട് അത്രയും മുട്ടി നിൽക്കുമ്പോൾ നമുക്കൊരു കഥ പറയാം, അങ്ങനെ വിചാരിക്കുന്ന ആളാണ്. അതേപോലെ തന്നെ നമുക്കൊരു ഇൻവെൻഷൻ ഉണ്ടാക്കാമെന്ന് പറഞ്ഞിട്ട് നമ്മൾ പോയി സിനിമകൾ ഉണ്ടാക്കുന്ന ആൾക്കാരുണ്ട്. എന്ന് പറഞ്ഞാൽ ബേസിക്കലി നമ്മൾ ഒരുപാട് ഹാർഡ് വർക്ക് ചെയ്തിട്ട് നമ്മളൊരു ചെറിയൊരു ഇപ്പോൾ വാച്ചിൻ്റെ കാര്യം നോക്കുകയാണെങ്കിൽ നമ്മുടെ കയ്യിലുള്ള വാച്ച് ശരിക്കും ഒരു ഇതിൻ്റെ അകത്ത് കുറേ മോട്ടറും കുറേ കറങ്ങുന്ന സാധനങ്ങളും എല്ലാം കൂടി ചെറിയൊരു മെഷീനാണല്ലോ. പക്ഷേ ഇത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന അത്യാവശ്യം വലിയൊരു കാര്യം, സമയത്തിനെ കുറിച്ച് സംസാരിക്കുന്നത്. അപ്പോൾ കവിത ഒരു ചെറിയ മെഷീനാണെന്നൊക്കെ വില്യം കാർലോ ഫിലിംസ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാനും അതേപോലെ എനിക്കൊരു ചെറിയൊരു മെഷീൻ ഉണ്ടാക്കാൻ പറ്റുമോ അങ്ങനെയുള്ളൊരു ഐഡിയയിലാണ് എൻ്റെ ഷോർട്ട് ഫിലിംസ് ഒറ്റ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ആ ഐഡിയയിലാണ് ഇത് വന്നിരിക്കുന്നത്. എനിക്ക് ഇതിൽ കൂടുതൽ ഇതിനെക്കുറിച്ച് സംസാരിക്കാൻ താല്പര്യമില്ല. നിങ്ങൾക്ക് എന്തെങ്കിലും അഭിപ്രായം പറയാനോ അല്ലെങ്കിൽ എന്തെങ്കിലും തോന്നിയെങ്കിൽ പറയാം. നമ്മളുടെ ക്രൂ ഇവിടെ ഇരിപ്പുണ്ട്, എറണാകുളത്ത് നിന്നാണ്. അപ്പം എന്തെങ്കിലും ആളുകളുടെ അഭിപ്രായം എന്താണെന്ന് പറഞ്ഞാൽ കൊള്ളായിരുന്നു. സിനിമ കൊണ്ട് നിങ്ങൾ ഉദ്ദേശിച്ച കാര്യങ്ങൾ നിങ്ങൾക്ക് വ്യക്തമാക്കാം. ഞങ്ങൾക്ക് പലർക്കും പലതരത്തിലാണ് കാണുക. ഞാൻ കാണുന്ന പോലെ ആയിരിക്കുമല്ലോ മറ്റുള്ളവർ കാണും. ഇതിനകത്ത് നിങ്ങൾ ഉദ്ദേശിച്ച കാര്യങ്ങൾ പലതും എവിടെയൊക്കെ മറിഞ്ഞിരിപ്പുണ്ട്. നന്നായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാതെ ഇപ്പം ഒരാൾ കണ്ടതുപോലെ മറ്റൊരാൾ അത് കാണണമെന്നില്ല. സംവിധായകന്റെ പശ്ചാത്തലം ഒന്നും വിവരിച്ച തിരക്കില്ല. ചെറുപ്പക്കാരായ പയ്യനായോട് ചോദിച്ചാണ് തോന്നുന്നത്. ഇങ്ങനെ ഒരു സിനിമയെക്കാളുള്ള പ്രേരണ, നിങ്ങളുടെ ഇൻസ്പിറേഷൻ, നിങ്ങളെന്തൊക്കെയാണ് ഇതിനകത്ത് നിങ്ങൾ ഉദ്ദേശിക്കുന്നത് അത് ഞങ്ങളായിട്ടൊന്ന് കമ്മ്യൂണിക്കേറ്റ് ചെയ്താൽ നിങ്ങളുടെ കഥാപാത്രങ്ങൾ പറയാനുള്ള ഞങ്ങൾ ശ്രദ്ധിച്ചു കേട്ടു. അതിനിപ്പോൾ ഇവിടെ വീണ്ടും വിവരിക്കേണ്ട കാര്യമില്ല. അത്രയും വിവരണമല്ല നമുക്ക് ആവശ്യം. പുതിയ സിനിമകൾ ആസ്വദിക്കുന്നതിനെക്കുറിച്ച് ഒരു പുതിയ പരിശീലനം കളരി കൂടെയാണല്ലോ. അതൊരു സ്റ്റുഡൻസാണ്. ഇത്തരം സിനിമകൾ അധികം കണ്ടിട്ടുള്ളവരല്ല. ഫാൻറ്റസി അല്ലെങ്കിൽ ബ്രഹ്മാഭാവന എന്നൊക്കെ പറയുന്ന ചില സങ്കേതങ്ങളാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അത് ഇത്രയും ചെറുപ്പക്കാരായ നിങ്ങൾ ഇതുപോലൊരു വർക്ക് ഇത്ര സമയം ഞങ്ങളെ ഇവിടെ പിടിച്ചിരുത്താൻ കഴിഞ്ഞു എന്നുള്ളത് നിങ്ങളുടെ വിജയം തന്നെയാണ്. അതാണ് നമ്മുടെ മറ്റ് സാധാരണ മെയിൻ സ്ട്രീം സിനിമകൾക്ക് കഴിയാത്ത കാര്യമാണ്. വലിയ നടന്മാരും നടിമാരും ഒക്കെ അഭിനയിക്കുന്ന സാധനങ്ങൾ ആ രീതിയിൽ ഫാന്റാസ്റ്റിക് എക്സ്പീരിയൻസ് as a spectator. I wish to get something from you and your crew. എൻ്റെ ഡിപ്പാർട്ട്മെന്റും കുറെ ഡിപ്പാർട്ട്മെന്റിനൊക്കെ ഇന്ററാക്ഷനിലാണ് ഈ സിനിമ ഉണ്ടായത്. ഡയറക്ഷൻ ഡിപ്പാർട്ട്മെന്റിൽ കുറെ ആളുകളുടെ ഐഡിയാസ് ഉണ്ട്, ആക്ടേഴ്സിന്റെ ഐഡിയാസ് ഉണ്ട്, എല്ലാം ഉണ്ട്. ഞാൻ എൻ്റെ ഒരു ഐഡിയ ആയിട്ട് പറയാം. എനിക്ക് നമ്മുടെ പ്രശ്നങ്ങളും നമ്മുടെ സ്ട്രഗിൾസും ഒക്കെ ഭയങ്കര സിമിലറാണ്. മനുഷ്യരെല്ലാവരും കടന്നു പോകുന്ന ദുഃഖങ്ങളോ അല്ലെങ്കിൽ മനുഷ്യരുടെ കഷ്ടപ്പാടുകളൊന്നും നമുക്കതിനൊരിക്കലും പിന്തിരിയാൻ പറ്റില്ല. എന്നെ സംബന്ധിച്ച് എനിക്ക് പിന്തിരിയാൻ ഭയങ്കര പാടാണ്. എനിക്ക് ഒരാളുടെ പ്രശ്നങ്ങൾ കേൾക്കാതിരിക്കാനോ അതിനെ നോക്കി കണ്ണടയ്ക്കാനൊക്കെ പലപ്പോഴും ഭയങ്കര പാടാണ്. അപ്പോൾ പക്ഷെ എനിക്ക് അപ്രോച്ചിൽ ഭയങ്കര വ്യത്യാസം പലപ്പോഴും തോന്നിയിട്ടുണ്ട്. നമ്മുടെ നാട്ടിലൊക്കെ പ്രത്യേകിച്ച് സെൻസിറ്റീവ് ആയിട്ടുള്ള ഇഷ്യൂസിന് ഒരു രീതിയിൽ മാത്രമേ അപ്രോച്ച് ചെയ്യാവുള്ളൂ എന്നുള്ളൊരു മെന്റാലിറ്റി അല്ലെങ്കിൽ ഓട്ടോമാറ്റിക്കലി ഒരു രീതിയിൽ പറയാവുള്ളൂ എന്നുള്ളൊരു തോന്നൽ. കേൾക്കാവോ? അപ്പോ നമ്മുടെ നാട്ടിലെ സെൻസിറ്റീവ് ആയിട്ടുള്ള ഇഷ്യൂസിനെ ഒരു രീതിയിൽ മാത്രമേ അപ്രോച്ച് ചെയ്യാവുള്ളൂ എന്നുള്ളൊരു തോന്നല് പലരുടെ മനസ്സിലുണ്ട്. അപ്പൊ സീരിയസ് ആയിട്ടുള്ള കാര്യത്തിന്
സീരിയസ് ആയിട്ട് മാത്രം പറയാ. സീരിയസ് ആയിട്ട് മാത്രം എന്ന് പറയുമ്പോൾ അധികം തമാശകൾ ഇല്ലാതെ പറയുക, ആ കാര്യത്തിനെ നേരെ അവതരിപ്പിക്കുക. അങ്ങനെ ഒരു തോന്നൽ നമ്മളുടെ ഇടയിൽ പലപ്പോഴും ഉണ്ട്. എനിക്ക് അങ്ങനെ ഒരു തോന്നലിനോട് വലുതായിട്ട് താല്പര്യമില്ല. കാര്യം ഞാൻ എന്റെ തരം രീതിയിൽ ഒരു സിനിമ കാണാനും ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആളാണ്. എനിക്ക് ഒരു കാര്യത്തിനെ കുറിച്ച് കുറച്ച് ലൈറ്റ് ആയിട്ട് കുറച്ച് കനം കുറഞ്ഞ രീതിയിൽ പറഞ്ഞാലും അതിന്റെ ഡെപ്ത് പോവില്ല എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. അപ്പൊ ഞാൻ ലൈറ്റ്നെസ് എന്ന് പറഞ്ഞൊരു ഐഡിയ എന്റെ മനസ്സിൽ കണ്ടോട്ടേ ഉണ്ട്. അപ്പൊ എങ്ങനെയാണ് നമുക്ക് വിഷുവിനെ ലൈറ്റ് ആയിട്ട് കാണിക്കാൻ പറ്റും? ഇപ്പൊ ഒരാൾക്ക് പൈസ ഇല്ല, അപ്പൊ അയാൾക്ക് ചായ കൊടുക്കാൻ പൈസ ഇല്ല. അപ്പൊ അയാളുടെ കയ്യിലുള്ള ചായയുടെ കപ്പ് ഇത്രയും ചെറിയ കപ്പാണെങ്കിൽ അയാൾ ചായ കുടിക്കുന്നുണ്ട്, പക്ഷെ അയാൾ ചായ കുടിക്കാനായിട്ട് അത്രയും പൈസ അല്ലെങ്കിൽ അങ്ങനെയുള്ള ഇതിന്റെ കെട്ടിൽ നോക്കുന്നുണ്ട്. അപ്പൊ ഇതിനൊരു വിഷ്വൽ കോമഡിയുടെ ഐഡിയ ഉണ്ട്, ഇതിനൊരു ആർട്ട് ഡിപ്പാർട്ട്മെന്റിന് കുറെ ഐഡിയ ഉണ്ടാക്കാൻ സാധനങ്ങളുണ്ട്, അല്ലെങ്കിൽ ആക്ടേഴ്സിന് കുറെ സ്കോപ്പ് ഉണ്ട്. അറ്റ് ദ സെയിം ടൈം നമുക്ക് നമ്മളുടേതായിട്ടുള്ള ഒരു എന്താ പറയാ ലോകത്തിനെ കുറിച്ച് നമ്മൾ ചിന്തിക്കുന്ന ഭാഷയെ നമുക്ക് മാറ്റാൻ പറ്റും. അപ്പോ നമ്മൾ അതിലൊക്കെ വളരെയായിട്ട് എന്താ പറയാ നമ്മൾ അതിലെ കുറെ കൂടി അവെയർ ആവുന്നത് നല്ലതാണെന്ന് എനിക്ക് തോന്നാറുണ്ട്. അപ്പോ എനിക്ക് എന്റേതായിട്ടുള്ള ഒരു ഭാഷ, തനതായിട്ടുള്ള ഒരു ശൈലി, അതൊക്കെയായിരുന്നു ഞാൻ അന്വേഷിച്ചിട്ടുണ്ട് ഈ സിനിമയിൽ. ആക്ടിങ്ങിന്റെ കാര്യത്തിലാണെങ്കിലും എനിക്ക് നാച്ചുറൽ ആക്ടിങ്ങോ അല്ലെങ്കിൽ റിയലിസ്റ്റിക് ആയിട്ടുള്ള കാര്യങ്ങളോട് അത്രയ്ക്ക് താല്പര്യമില്ല. ഇങ്ങനെയാണ് റിയൽനെസ് ആണ് ഞാൻ കുറെ കൂടി ആഗ്രഹിക്കുന്നത് ഒരു സിനിമയിൽ. ഇത് റിയലിസ്റ്റിക് ആണോ? ഇത് റിയലിസ്റ്റിക് ആണെന്ന് എനിക്ക് തോന്നുന്നില്ല. റിയലിസം എന്ന് പറഞ്ഞൊരു സാധനത്തിനെ കുറിച്ച് എനിക്കൊരു ധാരണയില്ല. റിയൽനെസ് എന്ന് പറഞ്ഞൊരു സംഭവം നമുക്കൊരു കാര്യത്തിനെ അതിന്റെ എസെൻസിൽ മനസ്സിലാവും, അപ്പിയറൻസിൽ ചിലപ്പോൾ മനസ്സിലാവില്ല. അപ്പിയറൻസിൽ ഇവരാരും നമ്മുടെ നാട്ടുകാരായിരിക്കില്ല. ആ പെൺകുട്ടിയുടെ കാര്യം നോക്കുകയാണെങ്കിൽ ഒരു റഷ്യൻ ഡോളിന്റെ ഒരു സ്ട്രക്ചറിൽ നമ്മൾ അവരുടെ കോസ്റ്റ്യൂം ഒക്കെ വെച്ചിരിക്കുന്നു. പക്ഷെ എസെൻഷ്യലി നമുക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റും. എസെൻസ് എന്ന് പറഞ്ഞാൽ അത് ഡിസ്റ്റർബ് ചെയ്യാൻ പറ്റില്ല, അത് എന്താ നമുക്കറിയില്ല. പക്ഷെ എസെൻഷ്യലി ആ റിയൽനെസ് ഉണ്ടോ എന്നാണ് ഞാൻ ആക്ടേഴ്സിനെ ഒക്കെ നോക്കുമ്പോൾ ശ്രദ്ധിക്കുന്നത്. തിയേറ്റർ എക്സ്പീരിയൻസ് കൊണ്ടായിരിക്കും. ഓ താങ്ക് യു. പുള്ളി ഉണ്ട് അവിടെ, ഒരു ആക്ടർ അവിടെ ഉണ്ട്, ആ മഹാരാജായിട്ട് സിനിമയിൽ ആദ്യമായിട്ടാണ്, ഷോർട്ട് ഫിലിംസിലും നാടകത്തിലുമായിട്ടാണ് സംവിധായകൻ ആദ്യമായിട്ടാണ്. അത് എന്റെ ആദ്യത്തെ സിനിമ. ആ മോണോലോഗിന്റെ ഐഡിയ നമുക്ക് അവരുടെ നാടകം അവതരിപ്പിച്ചാണ്. അതേപോലെ നമുക്ക് അവരുടെ ഇന്റീരിയറിലേക്ക് എത്രമാത്രം കടന്നു ചെല്ലാൻ പറ്റുമെന്നുള്ളൊരു ചിന്തയിലാണ് അത് ഉണ്ടായത്. അതും എൻഡിങ് മാത്രമാണ് എനിക്ക് അവരുടെ സ്ട്രഗിൾസിൽ നിന്ന് തിരിഞ്ഞ് ഇൻഡയറക്റ്റ് ആയിട്ട് പറയേണ്ടതെന്ന് തോന്നിയത്. രണ്ട് ഭാഗങ്ങളത് മാത്രമാണ് നോക്കി തന്നെ വയ്ക്കാൻ തീരുമാനിച്ചത്. ഫോമിനെ കുറിച്ചിട്ടാണ് മൂവിനെ പൊതുവെ നമ്മൾ മനസ്സിലാക്കുന്നത് കണ്ടംപററി മൂവി എസ്പെഷ്യലി ഒരു സ്പീഡുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് പലപ്പോഴും. അപ്പോൾ ഇതിൽ കുറേ സ്ലോ മൂവ്മെന്റ്സ് ആണ്, അതുപോലെ തന്നെ സെഡൻറ്ററി ആയിട്ടുള്ള സീനുകളാണ്, മൂവ്മെന്റ് തന്നെ ഇല്ല ശരിക്കും. അപ്പം നിങ്ങൾ ഈ അൺഎംപ്ലോയ്മെന്റിനെ കുറിച്ച് പറയുന്നുണ്ടായിരുന്നു. അത് വേറെ തരത്തിൽ നമ്മൾ ചിന്തിക്കുകയാണെങ്കിൽ ഒരുതരം ബോഡിലി ഒക്കെ ആയിട്ടുള്ള മൂവ്മെന്റ് കൂടെയാണല്ലോ, ജോലി അങ്ങനെയുള്ള ഒരുപാട് സാധനങ്ങൾ. അപ്പോൾ ആ ഒരു ഇൻകോൺഗ്രിയൻസി എങ്ങനെ കൊണ്ടുവരുന്നതിലേക്ക് ഒരുതരം ലെഷേർഡ് ആയിട്ടുള്ള ആക്ടിവിറ്റീസ് പലതും പല സീനുകളിൽ നമുക്ക് കാണുന്നത്. ഇപ്പം കോൺവെർസേഷൻ ആണെങ്കിൽ പോലും അവർ ഇൻവോൾവഡ് അല്ല, കുറെ ബോറിംഗ് ആയിട്ടുള്ള ഒരു രീതിയിലുള്ള ഒരു ഉണ്ട്. അപ്പോൾ അതെങ്ങനെയാണ് ഈ ഒരു ഇൻകംപാറ്റബിലിറ്റി നിങ്ങൾ കൊണ്ടുവന്നിട്ട് ചെയ്യാൻ ശ്രമിച്ചത്? ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നി അത്, പ്രത്യേകിച്ച് സമയമായിട്ട് ബന്ധപ്പെടുത്തി തന്നെ പറയുമ്പോഴും. കാരണം യു ആർ ഓൾസോ ടോക്കിംഗ് അബൌട്ട് ടൈം, റൈറ്റ്? എനിക്ക് ഈ നമ്മള് ഒരു സിനിമ ചെയ്യാൻ പോകുന്ന സമയത്ത്, ഇപ്പൊ ആരാണെങ്കിലും സിനിമ ചെയ്യാൻ പോകുന്ന സമയത്ത് ഒരുപാട് പ്രശ്നങ്ങളുണ്ടാവും, സ്ട്രഗിൾസ്, നമുക്ക് നമ്മുടെ ലിമിറ്റേഷൻ ഉണ്ടാവും. എനിക്ക് ഒരു ലൊക്കേഷനെ കിട്ടിയുള്ളൂ ഈ സിനിമ ചെയ്യാൻ. ഒരൊറ്റ ലൊക്കേഷനിൽ എനിക്ക് എന്റെ സെൽഫ് ഫണ്ടാ ചെയ്തത്. അപ്പം എന്റെ പൈസക്ക് ഒരു ലൊക്കേഷനിൽ എത്ര നന്നായിട്ട് കഥ പറയാൻ പറ്റും എന്നുള്ളൊരു തോന്നൽ എനിക്കുണ്ടായിരുന്നു. പ്രാക്ടിക്കലി ഒരു ബുദ്ധിമുട്ടുണ്ട്. ഇനി എസ്തെറ്റിക് നെസസിറ്റി ഉണ്ട് എന്ന് പറഞ്ഞാൽ സിനിമ എന്നുള്ളത് ടൈം ബൗണ്ട് ആണ്, സ്പേസ് ഉണ്ട്, നമുക്ക് ബോഡി ഉണ്ട്, ലൈറ്റ് ഉണ്ട്, ഷാഡോ ഉണ്ട്, ഇങ്ങനത്തെ കാര്യങ്ങളെല്ലാം വെച്ചിട്ട് നമുക്ക് നമ്മളുടെ കാര്യം പറയണം. അറ്റ് ദ സെയിം ടൈം ഇതൊരു അയ്യോ ഞാനൊരു പടം എടുത്തേ ഇതെല്ലാവരും കാണണേ എന്നുള്ളൊരു അങ്ങനെ ഒരു അപ്പോളജറ്റിക് ആയിട്ട് പടം കാണുന്നില്ല. അപ്പൊ നമ്മളുടെ പ്രാക്ടിക്കൽ നെസസിറ്റിയിൽ നമ്മൾ വീണ്ടും ടൈമിനെ വെച്ച് കമ്പയർ ചെയ്യും എന്ന് പറഞ്ഞാൽ
നമ്മൾ ട്രയൽ ആൻഡ് എററിൽ കൂടെ നമ്മുടെ ലിമിറ്റേഷൻ ഒരു ലൊക്കേഷൻ, ഇനി ഈ ലൊക്കേഷനിൽ എത്ര ഫ്രെയിം വെക്കാൻ പറ്റും, അപ്പോൾ നമുക്ക് വിഷ്വൽ ലാംഗ്വേജ് എത്രമാത്രം മാറ്റാൻ പറ്റും. എനിക്ക് ഒരുപാട് ക്യാമറ നീക്കിയ എനിക്ക് ഒരുപാട് ക്യാമറ നീക്കിയ ആ സിനിമ ചെയ്യാൻ പറ്റില്ലെന്ന് എനിക്കറിയായിരുന്നു. കാര്യം നിങ്ങളിപ്പോൾ കാണുന്ന ഫ്രെയിം ക്യാമറ സ്റ്റില്ലായിട്ട് വെച്ചിരിക്കുന്ന ഫ്രെയിമിൻ്റെ അപ്പുറത്തും ഇപ്പുറത്തും ഒക്കെ നമ്മൾ എന്താ പറയുക, ആ മുറിയിൽ മാറ്റി വെച്ചിരിക്കുന്ന സാധനങ്ങളൊക്കെ ഫ്രെയിമിനെ ജസ്റ്റ് പുറത്തേക്ക് വെച്ചിരിക്കുന്നത്. ശരിക്കും ആ വീട്ടിൽ ഈ സിനിമ ചെയ്യാൻ തന്നെ ഭയങ്കര പാടായിരുന്നു. അപ്പോൾ നമ്മളെല്ലാം മറച്ച് വളരെ കുറച്ച് മാത്രം ഫ്രെയിമിൻ്റെ അകത്ത് വെച്ചിരിക്കുന്നതും പുറത്തുള്ള എന്തായിരിക്കും എന്നുള്ളൊരു ആ ഒരു ആലോചനയിലാണ് ഒരു ഫ്രെയിം വെക്കുന്നത്. നമ്മുടെ ലിമിറ്റേഷൻ മറയ്ക്കാനായിട്ടുള്ള ഒരു ശ്രമം കൂടിയായിട്ടായിരുന്നു ഇതിനെ വിഷ്വൽ ലാംഗ്വേജിലേക്ക് എത്തിയത്. പിന്നെ ഇതിൻ്റെ ഈ സ്ലോനെസ് എന്ന് പറഞ്ഞൊരു സാധനത്തിലേക്ക് എങ്ങനെ എത്തിയെന്ന് പറഞ്ഞാൽ, ഇപ്പോൾ ഒരു തമാശ നമ്മൾ പല രീതികളിൽ പറയാം. ഈ ഡോറ് തുറന്നിട്ട് ഒരാൾ ഡോറ് തുറന്ന് ചെല്ലുമ്പോൾ അതിൻ്റെ അകത്തൊരു ആനയുണ്ട്, അപ്പോൾ അതൊരു തമാശ. ഇനി അയാൾ ഡോറ് തുറക്കുന്ന രീതിക്ക് തന്നെ ഒരു തമാശയുണ്ട്. ഡോറ് തുറക്കുമ്പോൾ അതിൻ്റെ ഒന്നും കാണണ്ട, അയാളിങ്ങനെ ഡോറിങ്ങനെ ചുമ്മാ ഇങ്ങനെ തുറന്ന് പോകുന്നതിൻ്റെ ഒരു തമാശയുണ്ട്. അല്ലെങ്കിൽ ഇങ്ങനെ ഒരാൾ അല്ല എന്ന് പറയുന്നതിന് ഒരു തമാശയുണ്ട്. ബിഹേവിയറിൻ്റെ ഒരു തമാശ ഉണ്ടല്ലോ. അപ്പം ആ ബിഹേവിയറിൻ്റെ തമാശ ഇതിൽ ഞാൻ ആലോചിച്ചത് ഡെഡ് പാൻ കോമഡി എന്ന് പറഞ്ഞൊരു ഐഡിയ ഇല്ല. ഭയങ്കര ഡെഡ് പാൻ ആയിട്ട് ആൾക്കാർ സീരിയസ് ആയിട്ടുള്ള കാര്യത്തിന് ഒരു ഇമോഷൻ ഇല്ലാതെ പറയാം. എന്നിട്ട് അങ്ങനത്തെ രീതിയിൽ ഇങ്ങനെ പറയാം, അല്ലെങ്കിൽ ഓ ആണോ ഇങ്ങനെ പറയുമ്പോൾ ഇയാൾക്ക് ഇങ്ങനെ സംസാരിക്കുന്നത്, ഇങ്ങനെ അല്ലല്ലോ മനുഷ്യർ സംസാരിക്കുന്നത് നമുക്ക് ഭയങ്കരമായിട്ട് തോന്നും. അപ്പം ആക്ടിങ്ങിൽ നല്ലോണം ഇന്നോവേറ്റ് ചെയ്യാൻ പറ്റും. അതേപോലെ തന്നെ തമാശയ്ക്ക് സ്കോപ്പ് ഉണ്ടോ എന്നൊരു ഐഡിയ വന്നു. തമാശ എപ്പോഴും റിസ്ക്കാണ്. തമാശ എന്നുള്ള സാധനം ഭയങ്കര റിസ്ക്കാണ്. ആൾക്കാർ ചിരിച്ചിട്ട് പോയി. ഇപ്പം ചിരിക്കാത്ത പടം എന്ന് പറഞ്ഞാൽ അതിൽ എന്തൊക്കെ ഇനി പറഞ്ഞാലും കാര്യമില്ല. ഒരു തമാശ പടത്തിൽ ആൾക്കാർ ചിരിച്ചില്ലെങ്കിലും എന്തൊക്കെ വലിയ കാര്യം അതിൽ പറഞ്ഞിട്ട് കാര്യമില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പം ഞാൻ ആ റിസ്ക് എടുത്തു. എനിക്ക് എൻ്റേതായിട്ടുള്ളൊരു പേസിൽ ടെമ്പറലി ആ എന്താ പറയുക, ആ ഋതത്തിൽ എത്രമാത്രം കോമഡി ചെയ്യാൻ പറ്റുമെന്നുള്ള റിസ്ക് ഞാൻ എടുത്തു. അത് അങ്ങനെയാണ് തോന്നുന്നത്. അത് സ്ലോനെസ് എടുക്കാനായിട്ടുള്ള കാരണം ഡെഡ് പാൻ കോമഡി എത്രമാത്രം എഫക്റ്റീവ് ആവുന്നുള്ളൊരു ഐഡിയയിൽ പോയിട്ടാണ് നമ്മളെല്ലാവരും. ചേട്ടൻ എന്താ പറഞ്ഞിട്ടുണ്ടായിരുന്നു? എനിക്ക് തോന്നുന്നത് ഭയങ്കര എൻ്റെ അപ്രോച്ച് ഭയങ്കര വേറെ. എനിക്ക് സീരിയസ് ആയിട്ടുള്ള കാര്യത്തിനെ കുറിച്ച് അങ്ങനെയും പറയാമെന്ന് തോന്നി. എന്ന് പറഞ്ഞാൽ കോമഡി എനിക്ക് വല്ലാണ്ട് അടുത്ത് നിൽക്കുന്നൊരു എക്സ്പ്രഷനാണ്, എൻ്റെ സ്വഭാവത്തിൽ വല്ലാതെ നിൽക്കുന്നൊരു സാധനം. അപ്പോൾ ഒട്ടും ഈസി ആയിട്ടുള്ളൊരു എക്സ്പ്രഷനായിട്ട് എനിക്ക് തോന്നുന്നുമില്ല. പിന്നെ നമുക്ക് നമ്മുടെ മൈൻഡിനെ വല്ലാണ്ട് എപ്പോഴും ക്വസ്റ്റ്യൻ ചെയ്യിപ്പിക്കുന്ന ഒരു സാധനമാണ് കോമഡി എന്നുള്ളത്. കൊമീഡിക്കായിട്ട് എന്നാൽ സീരിയസ്നെസ് കളാതെ എത്രമാത്രം പറയാൻ പറ്റുന്ന ഒരു ചിന്തയുണ്ട്. ഇപ്പം ചാർലി ചാപ്ലിൻ്റെ പടങ്ങൾ കാണുമ്പം മെലോഡ്രാമയുണ്ട്, എന്നാൽ സ്ലാപ്സ്റ്റിക്കും ഉണ്ട്. ഇത് രണ്ടും പുള്ളി എങ്ങനെയാണ് ചെയ്തതെന്നുള്ളത് ഭയങ്കര ടെക്നിക്കൽ ചോദ്യമാണ്. അറ്റ് ദ സെയിം ടൈം നമ്മളെ വല്ലാണ്ട് അത് എപ്പോഴും ചിന്തിപ്പിക്കുന്ന ഒരു ചോദ്യം അത്. അപ്പം എൻ്റെ മനസ്സ് എപ്പോഴും അതിൻ്റെ പുറകില്ല. എപ്പോഴും എൻ്റെ മനസ്സൊരു എങ്ങനെയാണ് തമാശയും എന്നുവെച്ചാൽ ലൈറ്റ്നെസ്സും അതേപോലെ തന്നെ സീരിയസ്നെസ്സും ഈ രണ്ട് ഓപ്പോസിറ്റ്സിനെ എങ്ങനെ ജീവിതത്തിലെ എക്സ്പ്രഷനിൽ എങ്ങനെ കൊണ്ടുവരാൻ പറ്റും എന്നൊരു ചിന്തയുടെ പുറകിലാണ് ഞാൻ ഇപ്പോഴും അറിഞ്ഞാൽ അതായിരിക്കും. അതെ 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 ആ വിഷ്വൽസ് ഇല്ലാതെ. അതെ 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 ഓർമ്മയുണ്ട്. അത് അപ്പുറത്തെ വീട്ടിൽ നിന്ന് കുറച്ച് കുട്ടികൾ പാട്ട് പാടുന്നുള്ളൊരു ഐഡിയയിലാണ് അത് വന്നത്. അത് ഞാൻ തുടക്കം തൊട്ട് ലാസ്റ്റ് വരെ ഒരു ഇന്നസെൻസ് ഇങ്ങനെ വരുന്നുണ്ട് സിനിമയുടെ ഇടയ്ക്കിടയ്ക്ക്. ഇങ്ങനെ ഈ ഹോപ്പ്ലെസ് ആയിട്ടുള്ള അവസ്ഥയിൽ ഇടയ്ക്കിടയ്ക്ക് ചെറിയ ലൈറ്റ് കയറുന്നുണ്ടെന്നുള്ളൊരു ഐഡിയയിലായിരുന്നു അത് ആലോചിച്ചത്. അങ്ങനെ പിള്ളേർ പാട്ട് പാടുന്നു, ഒരു കൊയർ ഇങ്ങനെ പാടുന്നു. അങ്ങനെ അതിന്റെ സോഴ്സ് ഇവർക്കും അറിയില്ല, ക്യാരക്ടേഴ്സിന് അറിയില്ല ഇത് എവിടുന്ന് വരുന്നത്. ജെയിൻ എന്ന് പറഞ്ഞ ക്യാരക്ടറിന് ചെറുതായിട്ട് ജസ്റ്റ് ചെയ്യാം പിള്ളേർ പാടുന്നുണ്ട്, പക്ഷെ ഇത് എവിടുന്നൊന്നും അറിയില്ല. അതുകൊണ്ട് അവർ ഉത്സവമാണെന്നൊക്കെ ചോദിക്കുന്നത്. അങ്ങനെ ഒരു ഈ വീടിന്റെ പുറത്തുനിന്ന് നടക്കുന്ന നമുക്ക് അറിയില്ല. ആകെപ്പാടെ അറിയാവുന്ന ഒരു കാര്യം അതിന്റെ പുറത്തുനിന്ന് ആരും പാടുന്നുണ്ട്, അത് നമുക്ക് അറിയാം. അതെ ജോലിയില്ല. മറ്റെന്തെങ്കിലും അഭിപ്രായം? നല്ല കോമഡി ചെയ്യാൻ പറ്റും. ഓ താങ്ക് യു. നല്ല തമാശ ചെയ്യാൻ താങ്ക് യു. ഫർദർ ക്വസ്റ്റ്യൻസ് ആർക്കെങ്കിലും ഉണ്ടോ? വൈൻഡപ്പ് ചെയ്യാം നമുക്ക്. ഓക്കെ താങ്ക് യു.